ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ലെറ്റർ എംബ്രോയിഡറി ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പം ഇതൊരു ഡാർക്ക് ഗ്രീൻ കളറിലൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഈ ഒരു ലെറ്റർ, എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് വരുന്ന ഒരു ജാക്കറ്റാണ് കേട്ടോ. ഇതൊരു റെഡ് കളറിലുള്ള ഒരു ജാക്കറ്റാണ്. അപ്പം ഇതിന് മാച്ചിങ് ആയിട്ടാണ് നമ്മൾ ഈ റെഡ് കളർ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ, അങ്ങനെ ഇഷ്ടപ്പെട്ട ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഏകദേശം ഒരു 3 ഇഞ്ച് വീതി, പിന്നെ താഴോട്ടൊരു 4 ഇഞ്ചാണ് ഇതിൻ്റെ വലിപ്പം വരുന്നത്. നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് വിട്ടിട്ടാണ് നമ്മളിവിടെ ഒരു സ്ക്വയർ വരച്ചിട്ട് അതിലാണ് നമ്മൾ ഈ ഒരു ലെറ്റർ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്പൈഡർ വെബ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ 5 പോയിൻറ്റ്സ് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരേ ഡിസ്റ്റൻസിലാണ് എടുത്തിരിക്കുന്നത്. പേൾ കോട്ടൺ ത്രെഡാണ്. അപ്പോൾ നമ്മൾ 2 ലെയർ എടുത്തിട്ടുണ്ട്. ആങ്കർ ത്രെഡ് ആണെങ്കിൽ നമുക്ക് ഒറ്റ ലെയർ മതിയാവും. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്ററിലൂടെ, ഓരോ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ നമ്മളിങ്ങനെ താഴേന്ന് മുകളിലോട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം താഴേന്ന് നൂല് നമ്മൾ സെൻറ്ററിലൂടെ എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പോയിൻറ്റ്സ് ഉണ്ടല്ലോ അതിലൂടെ നമ്മൾ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ അപ്പുറത്തെ പോയിൻ്റ് ഉണ്ടല്ലോ നമ്മൾ മാർക്ക് ചെയ്ത് അതിലൂടെ തിരിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ സെൻറ്ററിൽ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ മറ്റേ പോയിന്റിലൂടെ വീണ്ടും എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിന് തൊട്ടപ്പുറത്ത് കൂടെ വീണ്ടും താഴെ നമ്മൾ മുകളിലോട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ലൈനിൻ്റെ മുകളിലൂടെ മറ്റേ ലൈനിൻ്റെ താഴത്തും കൂടെ എടുക്കുക. പിന്നെ വീണ്ടും അടുത്ത ലൈനിൻ്റെ മുകളിലൂടെ തൊട്ടപ്പുറത്തെ ലൈനിൻ്റെ താഴെ കൂടെ എടുക്കുക. അതുപോലെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. ഈ ഒരു റൗണ്ട് കഴിയുന്ന വരെ നമ്മൾ അതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ 5 പോയിൻറ്റ്സ് അല്ല മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ലൈനിൽ വരുമ്പോഴും ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് വരും. അതായത് ഒരു പ്രാവശ്യം നമ്മൾ മുകളിലൂടെ എടുത്താൽ പിന്നത്തെ പ്രാവശ്യം താഴെ കൂടെ എടുക്കുക, അങ്ങനെയാവും വരിക. അപ്പം നമ്മൾ നല്ല ഭംഗിയിൽ ഇത് ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് കുത്തി കൊടുക്കുക. ലീവ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം നമ്മൾ കൊടുക്കാറുള്ള ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നീഡിലെടുക്കുകയാണ് ചെയ്യുന്നത്. 2 ലെയർ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ത്രെഡ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ലീവ്സാണ് ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ലെറ്ററിൻ്റെ ഒരു എംബ്രോയ്ഡറിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറ്റ ഗ്യാപ്പും വിടില്ല കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വരികയാണ്. നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പൈഡർ വെബ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്തു. പിന്നെ നമ്മൾ ഈ ലീവ്സ് ഇടയിൽ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ കളർ വെച്ചിട്ട്. പിന്നെ ബാക്കി എല്ലാ പോർഷൻസും നമ്മൾ ഇതുപോലെ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ഷെയ്ഡ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. റെഡ്, ഗ്രീൻ, അതുപോലെ തന്നെ പർപ്പിളാണ്.